ഹായ്, ജോഷി ചെള്ളിയിൽ എക്കോ ഫ്രണ്ട്ലി എഞ്ചിനീയർ. കഴിഞ്ഞ 25 വർഷമായി സിവിൽ എഞ്ചിനീയറിംഗിൽ പല പഠനങ്ങളും നടത്തുന്നു. അപ്പോൾ പല പഠനങ്ങളെന്ന് പറയുമ്പോൾ നമ്മളെല്ലാവരും സിവിൽ എഞ്ചിനീയർ എന്ന് പറയുമ്പോൾ ആദ്യം ചിന്തിക്കുക കെട്ടിടങ്ങളുടെ നിർമ്മിതിയെക്കുറിച്ചാണ്, അതിൻ്റെ പ്ലാനിങ്ങിനെ കുറിച്ചാണ്. അങ്ങനെ പല നിർമ്മിതികളും പ്ലാനിങ്ങിലും കൺസ്ട്രക്ഷൻസ് നടത്തി ഇത്ര വർഷത്തെ എക്സ്പീരിയൻസിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയ ഏറ്റവും വലിയ കാര്യമുണ്ട്. ദാറ്റ് ഈസ് ഒരു ചെറിയ ടേമാണ് ലേൺ, അൺലേൺ ആൻഡ് റീലേൺ. അതായത് ലേൺ, അൺലേൺ ആൻഡ് റീലേൺ. നമ്മൾ പഠിച്ച കാര്യങ്ങളെല്ലാം ഒരു സമയത്ത് അൺലേൺ ചെയ്യേണ്ടി വരും, അത് റീലേൺ ചെയ്യേണ്ടി വരും. എന്തുകൊണ്ടാണ്? കാരണം നമ്മൾ എഞ്ചിനീയറിംഗിൽ ഒത്തിരി പഠിച്ചു, ആ പഠിച്ചതൊക്കെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞപ്പോൾ മനസ്സിലാക്കുന്നത് അതിലും അഡ്വാൻസ്ഡ് ആയിട്ട് പഠിക്കേണ്ട ആവശ്യകത. വീണ്ടും അത് അൺലേൺ ചെയ്തിട്ട് വീണ്ടും അത് റീലേൺ ചെയ്തു. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു അറിവുണ്ടല്ലോ, ആ അറിവിൽ നിന്ന് ഒത്തിരി കാര്യങ്ങൾ സിവിൽ എഞ്ചിനീയറിംഗ് മേഖലകളിൽ ചെയ്യാനായിട്ട് സാധിക്കും. ഇപ്പം നിങ്ങൾ എഞ്ചിനീയേഴ്സിനോ അല്ലെങ്കിൽ ടെക്നിക്കൽ എക്സ്പേർട്സിനോ ഏറ്റവും കൂടുതൽ റിസർച്ച് ചെയ്യാനും പഠിക്കാനും സാധിക്കുന്ന ഒരു മേഖലയാണ് ബിൽഡിംഗ് കൺസ്ട്രക്ഷന് ശേഷമുള്ളൊരു മേഖല. എപ്പോഴും ബിൽഡിംഗ് പണിത് ഹാൻഡ് ഓവർ ചെയ്ത് കഴിഞ്ഞാൽ അതെല്ലാ ആ കാര്യങ്ങൾ കഴിഞ്ഞു എന്ന് നമ്മൾ കരുതുക. പക്ഷേ അത് ലോങ് ടൈമിൽ ഡ്യൂറബിൾ ആയിരിക്കുക എന്നുള്ളത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് അല്ലേ? എന്താണ് ഈ ഡ്യൂറബിലിറ്റി? നമ്മുടെ ലൈഫ് സൈക്കിള് അല്ലെങ്കിൽ ലൈഫ് ടൈം വാറണ്ടി എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടല്ലേ? നമ്മുടെ ഒരു മനുഷ്യായുസ് എത്ര വർഷമാകുന്നത്? 50 വർഷം, 60 വർഷം, 70 വർഷം, 80 വർഷം, 100 വർഷം. നമ്മളത് ഫിക്സ് ചെയ്തിട്ടുണ്ടോ? അതുപോലെ കെട്ടിടത്തിന്റെ ലൈഫ് അല്ലെങ്കിൽ ഡ്യൂറബിലിറ്റി എന്താണ്? ഇത് എന്തൊക്കെയാണ് ഈ ഡ്യൂറബിലിറ്റിയിൽ കുറവ് വരുത്താനായിട്ട് കെട്ടിടങ്ങൾക്ക് ഉണ്ടാവുന്നത്? അതിൻ്റെ ഒരു പ്രധാന മേഖലയാണ് ഫാറ്റിക്. ഫാറ്റിക് എന്ന് പറഞ്ഞാൽ മലയാളത്തിൽ പറഞ്ഞാൽ ബലക്ഷയം. ഈ കെട്ടിടങ്ങൾക്ക് ബലക്ഷയം ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഞാൻ മനസ്സിലാക്കിയത് നമ്മൾ നല്ല ഡിസൈൻസും നിർമ്മിതികളും ഉണ്ടാക്കി പണിത് തീർത്തതിന് ശേഷം ഇതിനുണ്ടാവുന്ന ബലക്ഷയങ്ങളെ കുറിച്ച് പഠിക്കേണ്ടതിൻ്റെ ആവശ്യകത ആസ് എ സിവിൽ എഞ്ചിനീയർ എനിക്ക് ബോധ്യപ്പെട്ടു. അങ്ങനെ അതിൽ കൂടുതൽ പഠിക്കാൻ ആഗ്രഹം ഉണ്ടായി. ആ ആഗ്രഹത്തിന്റെ ഫലമായിട്ട് ഫ്രാക്ചർ ആൻഡ് ഫാറ്റിക് എന്നൊരു സബ്ജക്റ്റിനെ കുറിച്ച് റിസർച്ച് ചെയ്യാൻ തുടങ്ങി. സിവിൽ എഞ്ചിനീയറിംഗിൽ തന്നെ ലൈറ്റ് വെയ്റ്റ് കോൺക്രീറ്റിൽ മെറ്റീരിയൽ റിസർച്ച് ചെയ്യുന്ന ഞാൻ അതുപോലത്തെ ഒരു മെറ്റീരിയൽ ലൈറ്റ് വെയ്റ്റ് പാർട്ടീഷൻ പാനൽ മാർക്കറ്റിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുകയും അതിന് പേറ്റന്റ് എടുക്കുകയുണ്ടായി. അപ്പോൾ ഈ പ്രൊഡക്റ്റിന്റെ ഡ്യൂറബിലിറ്റി എന്നൊരു ക്വസ്റ്റ്യൻ വന്നപ്പോൾ ഇതിൽ ഏറ്റവും ബാധിക്കുക ഈ ഫാറ്റിക്കാണ്. ബിൽഡിങ്ങിന്റെ ഫാറ്റിക് നമ്മുടെ പ്രൊഡക്റ്റിൽ എന്ത് ഡ്യൂറബിലിറ്റി പ്രോബ്ലംസ് ഉണ്ടാക്കുന്നു? അതിന്റെ അഡ്വാൻസ് സ്റ്റഡീസ് നടത്തുന്ന എവിടെയാണ് നടത്താൻ സാധിക്കുക? എഞ്ചിനീയേഴ്സ് എല്ലാവരും പല പല റിസർച്ചുകളും ഡെവലപ്മെന്റ്സും നടത്താറുണ്ട്. പക്ഷേ ഈ ഫാറ്റിക്കിനെ കുറിച്ച് ഒരു അഡ്വാൻസ് റിസർച്ച് നടത്തുന്ന സ്ഥലങ്ങളെ കുറിച്ച് അന്വേഷിച്ചപ്പോൾ വളരെ നമുക്കിടത്തുള്ള NIT-കളോ അല്ലെങ്കിൽ IIT-കളോ അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് ഇൻസ്റ്റിറ്റ്യൂഷൻസോ ഒന്നും കൂടുതലായി ചെയ്യുന്നതായിട്ട് കണ്ടില്ല. അപ്പോൾ അങ്ങനെയാണ് ഞാൻ എൻ്റെ ആ ഒരു റിസർച്ച് എത്തിയത് CSIR-ലാണ്. CSIR എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെന്റർ ഫോർ സയന്റിഫിക് ഇൻഡസ്ട്രിയൽ റിസർച്ച്. പ്രൈം മിനിസ്റ്ററുടെ പ്രസിഡന്റ്ഷിപ്പിൽ ഉള്ള ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂഷൻ. ആ ഇൻസ്റ്റിറ്റ്യൂഷനിൽ ഞാൻ ഇതിനേക്കുള്ള കാര്യങ്ങളെ പഠിക്കാനായിട്ട് കോണ്ടാക്ട് ചെയ്യാൻ സാധിച്ചു. അവരുടെ അഡ്വാൻസ് റിസർച്ച് ഒരു പ്രോഗ്രാം ചെന്നൈയിൽ വെച്ചിട്ട്, ചെന്നൈയിലെ CSIR SCRC എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ട്രക്ചറൽ എഞ്ചിനീയർ റിസർച്ച് ഓർഗനൈസേഷനിൽ വെച്ച് നടത്തപ്പെടുകയുണ്ടായി. ഇന്ത്യയിലെ തന്നെ 45ഓളം റിസർച്ചേഴ്സും പ്രൊഫസേഴ്സും സയന്റിസ്റ്റുകളും അടങ്ങിയ ആ പ്രോഗ്രാമിൽ പങ്കെടുക്കാനുള്ള ഭാഗ്യം എനിക്കുണ്ടായി. CSIR SCRC ചെന്നൈയുടെ അഡ്വാൻസ് റിസർച്ച് ആൻഡ് ഫ്രാക്ചർ ഫാറ്റിക് എന്ന് പറയുന്ന ആ ഒരു പ്രോഗ്രാമിൽ പങ്കെടുക്കുകയും ആ പ്രോഗ്രാമിൽ പഠിക്കാൻ സാധിക്കുന്നത് ഏറ്റവും വലിയ അനുഗ്രഹമായിട്ട് ഞാൻ കാണുന്നു. എൻ്റെ സിവിൽ എഞ്ചിനീയറിംഗ് പ്രാക്ടീസിൽ എങ്ങനെയാണ് ഫാറ്റിക് എന്നുള്ള സബ്ജക്റ്റിലേക്ക് കൂടുതൽ ഫോക്കസ് ചെയ്യാനുള്ള സാഹചര്യം ഞാനിപ്പോൾ പറഞ്ഞു. നമ്മൾ നടത്തുന്ന R&D ഡെവലപ്മെന്റ്സിന്റെ പ്രൊഡക്റ്റുകളുടെ ഡ്യൂറബിലിറ്റി അത് എങ്ങനെ നമുക്കത് കൊടുക്കാൻ പറ്റും? അപ്പോൾ ഡ്യൂറബിലിറ്റി അസസ് ചെയ്യാനായിട്ടുള്ള ലാബുകൾ ഇന്ത്യയിൽ എവിടെയൊക്കെ ഉള്ളത്? ഇപ്പോൾ നോർമലായുള്ള സയന്റിഫിക് ലാബുകളൊന്നും തന്നെ ആ ഒരു കാര്യങ്ങൾ ചെയ്യുന്നില്ല. അങ്ങനെയാണ് CSIR-ന്റെ ഭാഗമായിട്ട് ഡൽഹി ബേസ്ഡ് ആയിട്ടുള്ള CSIR നടത്തുന്ന ഇന്ത്യയിൽ തന്നെയുള്ള പല സൺറൈസ് ലാബുകളും ഈ ഒരു ഫ്രാക്ചർ ആൻഡ് ഫാറ്റിക് സ്റ്റഡി നടത്തുന്നതായിട്ടും അതിൽ ചെന്നൈയിലുള്ള SCRC-യുടെ CSIR ലാബിൽ അതിനുള്ള സ്പെഷ്യൽ ഡിവിഷൻ ഉണ്ടെന്ന് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചു.
ശരിക്കും നമ്മുടെ എല്ലാ നിർമ്മിതികളും ഇപ്പം എല്ലാ കെട്ടിടങ്ങളെന്ന് പറയുമ്പോൾ അതുപോലെ തന്നെ റെയിൽവേസ് ഉണ്ട്, അല്ലെങ്കിൽ റോഡ്സ് ഉണ്ട്, അല്ലെങ്കിൽ സ്റ്റീൽ ബിൽഡിങ്സും ഇതൊക്കെ കെട്ടിടങ്ങൾ വന്നു കഴിഞ്ഞാൽ അതിന് റസ്റ്റിങ്ങോ ഡിറ്റീരിയറൈസേഷനോ ഒക്കെ ഉണ്ടാകാറുണ്ടല്ലേ. അപ്പൊ നമ്മളൊരു സ്റ്റീൽ ബിൽഡിംഗ് ഉണ്ടാക്കി വെച്ചതിന് ശേഷം അതിന് തുരുമ്പടിച്ച് കാലക്രമേണ ഉണ്ടാവുന്ന ആ ഒരു ബലക്ഷയത്തിന് എങ്ങനെ നമുക്ക് അസസ് ചെയ്യാൻ പറ്റും? വളരെ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. അതുമൂലം ഒരു സുപ്രഭാതത്തില് വളരെ കാലങ്ങൾക്ക് ശേഷം വളരെ ഉറപ്പ് വരുത്തിയിരിക്കുന്ന കെട്ടിടം ഇടിഞ്ഞു കൂടി താഴെ വീണാലോ? അപകടം മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലേ. അപ്പോൾ ഇതിന്റെ സ്റ്റഡി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എന്താണ് ഫാറ്റിക് സ്റ്റഡി? ഫാറ്റിക് സ്റ്റഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൈക്ലിക് ലോഡിംഗ് മൂലം ഉണ്ടാവുന്ന അതിനുണ്ടാവുന്ന ഒരു റിസൾട്ട്. അപ്പം അത് ഡിറ്റീരിയർ ചെയ്യുന്നത് എങ്ങനെയാണ്? സൈക്ലിക് ലോഡിങ്ങിലൂടെ. ഒരു ചെറിയ ലോഡാണെങ്കിൽ പോലും, അല്ലെങ്കിൽ ചെറിയ രീതിയിൽ ചേഞ്ചസ് ആണെങ്കിൽ പോലും, കാലാവസ്ഥ വ്യതിയാനം വർഷങ്ങളായിട്ടുണ്ടാവുമ്പോൾ അതിനുണ്ടാവുന്ന ചില ബലക്ഷയങ്ങളുണ്ട്. അത് പഠിക്കേണ്ട ആവശ്യകതയാണ്. അത് ഒരു ദിവസം കൊണ്ടല്ല ഈ ഒരു അവസ്ഥ ഉണ്ടാവുക. നമുക്ക് എല്ലാവർക്കും അറിയാം, മനുഷ്യരിൽ കുടവേറുണ്ടാവുന്നുണ്ട്. ഇതെങ്ങനെയാണ് ഒരു ദിവസം കൊണ്ട് ഒരാൾക്ക് കുടവേറുണ്ടാവുമോ? വർഷങ്ങളോളം അവന്റെ ദിനചര്യയിലും അവന്റെ പ്രവൃത്തിയിലും ഉണ്ടാകുന്ന മാറ്റങ്ങൾ കൊണ്ടാണ് ഒരു വലിയ കുടവേറുണ്ടാവുന്നത്. പക്ഷേ കുടവേറുണ്ടായ ഏറ്റവും നല്ല അപകടങ്ങൾ നമുക്ക് എല്ലാവർക്കും അറിയാം. അതുപോലെ തന്നെ ഫാറ്റിക് എന്ന് പറയുന്നത് ഒരു ദിവസം കൊണ്ട് ഉണ്ടാവുന്നതല്ല, അത് വളരെ കാലങ്ങൾക്കുള്ള സൈക്ലിക് ലോഡിങ്ങിലൂടെ ഉണ്ടാവുന്നതാണ്. അപ്പോൾ അതിനെക്കുറിച്ച് പഠിക്കാൻ സാധിച്ചത് എൻ്റെ ലൈഫിലെ ഏറ്റവും വലിയൊരു നേട്ടമായിട്ട് ഞാൻ കാണുന്നു. അപ്പോൾ CSIR SCRCയുടെ ഫ്രാക്ചർ ആൻഡ് ഫാറ്റിക്കിനെ കുറിച്ചുള്ള ഒരു ക്ലാസ് അറ്റൻഡ് ചെയ്യാനും അതിൽ നിന്ന് ഒത്തിരി കോണ്ടാക്ട്സ് കണ്ടെത്താനും ആ കോണ്ടാക്ട്സിൽ നിന്ന് ഇനിയുള്ള പ്രൊഡക്റ്റിന്റെ റിസർച്ചിൽ വേറൊരു തലത്തിലേക്ക് മാറ്റാനും എനിക്ക് സാധിച്ചിട്ടുണ്ട്. എല്ലാവർക്കും അടുത്തൊരു ടോപ്പിക്കുമായി നെക്സ്റ്റ് വീക്കിൽ കാണാം. താങ്ക് യു.